morning. Today, December 1st, World AIDS Day. We used to observe this day with many innovative programs. Even though this pandemic crisis holds for social distancing, we have arranged some awareness programs. Awareness is the only fruitful step against AIDS. First of all, I proudly welcome our former student Dr. Roshan for the awareness speech. I express my sincere thanks to Dr. Roshan for the valuable words. Now our children are ready with various programs. I request your attention and appreciation to our little champs. Thank you. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ മുഹമ്മദ് റോഷൻ. ഞാൻ കോൺകോർഡ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഞാനിപ്പോൾ പീഡിയാട്രിക്സ് PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയ്ഡ്സ് ഡേ ആദരിക്കുന്നുണ്ട് നമ്മുടെ December 1. അപ്പോൾ അതിന് എയ്ഡ്സിനെ കുറിച്ചും എയ്ഡ്സ് ഡേനെ കുറിച്ചും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു HIV എന്ന് പറയുന്ന ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, ഒരു RNA വൈറസാണ്. അത് മൂലം ഉണ്ടാകുന്ന ഒരു അസുഖത്തെയാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറയും. അപ്പോൾ ഈ HIV എന്ന് പറയുന്ന RNA വൈറസ് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ WBC, അതായത് രോഗപ്രതിരോധ ശേഷി ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അത് സഡനായിട്ടല്ല, ഒരുപാട് കാലം എടുത്തുകൊണ്ട് പതുക്കെ പതുക്കെ അതാണ് അതിൻ്റെ ഡിസീസിൻ്റെ പ്രോഗ്രഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ നമ്മുടെ WHO കണക്ക് പ്രകാരം ഓൾമോസ്റ്റ് 4 കോടിയോളം ജനങ്ങൾ ലോകത്ത് മൊത്തം, അതായത് 3.8 മില്യൺ ജനങ്ങൾ എയ്ഡ്സ് ബാധിതരായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇന്ത്യയിലെ കണക്ക് പ്രകാരം ഓൾമോസ്റ്റ് 22 ലക്ഷം ആൾക്കാർ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാരുടെ സ്റ്റേറ്റസ് അറിയാത്ത ആൾക്കാരുണ്ട്. അതാണ് നമ്മുടെ ഇന്ത്യയിലത്തെ അവസ്ഥ. പിന്നെ ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഈ നമുക്ക് സാധാരണ എല്ലാവരുടെയും ഒരു വിചാരമുണ്ട്, ഒരു HIV പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചാലോ തൊട്ടാലോ ഒക്കെ അസുഖം പകരുമെന്ന്. അപ്പോൾ അങ്ങനെയല്ല. ഇത് ഈ ബ്ലഡ് പ്രോഡക്ട്സ് ഇങ്ങനെ നമ്മളൊരു വേറൊരാളുടെ ബോഡിയിലേക്ക് എൻ്റർ ആയാൽ മാത്രമാണ് ഈ അസുഖം പകരുള്ളൂ. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നുണ്ടോ, നമ്മൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ടൊന്നും, കൂടെ താമസിക്കുന്നുണ്ടൊന്നും ഈ അസുഖം പകരില്ല. പിന്നെ ഈ അസുഖം 3 സ്റ്റേജിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. ഒന്ന്, ഒരു ഫസ്റ്റ് സ്റ്റേജ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസുഖം, അതായത് RNA വൈറസായുള്ള ഈ HIV നമ്മുടെ ശരീരത്തിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞിട്ട് ശേഷം ഒരു 4 to 6 വീക്സ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ഒരു ഫസ്റ്റ് പ്രോഡ്രോമൽ സിംറ്റംസ് എന്ന് പറയും. അതായത് ജസ്റ്റ് പനി, ജലദോഷം, അല്ലെങ്കിൽ മേലും കൈ വേദന, അത്ര ഒരു സാധാരണ നമുക്കൊരു വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടായാൽ എങ്ങനെ ഉണ്ടാവും അതേപോലെ ഒരു സിംറ്റംസ് ഉണ്ടായിട്ട് ആ സിംറ്റംസ് അങ്ങ് നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും അതങ്ങ് പോകും. പക്ഷേ നമ്മുടെ വൈറസ് എപ്പോഴും നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാവും. ആ വൈറസ് ഒരു ക്ലിനിക്കൽ ലേറ്റൻസി എന്ന് പറയുന്ന സ്റ്റേജ് 2ലേക്ക് പോകും. അതായത് അസുഖത്തിന്റെ ഒരു സിംറ്റംസും ഉണ്ടാവില്ല നമ്മുടെ ശരീരത്തിൽ. അങ്ങനെ ഒരാൾക്ക് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ അവർക്കിപ്പോ ട്രീറ്റ്മെന്റ് എല്ലാം ഉണ്ട്. ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ആന്റി വൈറൽ ട്രീറ്റ്മെന്റ് ഉണ്ട്, അത് ടാബ്ലറ്റ് ആയിട്ടുണ്ട്, ഇഞ്ചെക്ഷൻസ് ആയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് കോസ്റ്റ്ലിയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷേ ആ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആൾക്കാരുടെ ലൈഫ് എക്സ്പെക്ടൻസിയും അതുപോലെ തന്നെ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫൊക്കെ വളരെ അധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് പിൻകാലത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ആ ആന്റിവൈറൽ തെറാപ്പി എല്ലാം ശരിക്കും വളരെ നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ എയ്ഡ്സിനെ കുറിച്ചും എയ്ഡ്സ് ഡേനെ കുറിച്ചും കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഇത്രയും നേരം എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. Health is most important thing for a person, and HIV is the biggest threat to our health. Let us create awareness on World AIDS Day. Every year on 1st December, world commemorates World AIDS Day. People around the world unite to show support for the people living with
and affected by HIV, and to remember those who lost their lives to AIDS. It is an opportunity for people worldwide fight against HIV. Do you know why World AIDS Day is much important? Over 103,800 people are living with the virus in UK. Globally, there are estimated 38 million people have the virus, despite the virus only identified in 1984. More than 35 million people have lost their lives to AIDS, making it one of the most destructive pandemics in history. Today, our science advances have been made HIV treatment, and there are laws to protect the people living with HIV, and we can understand so much more about the condition. World AIDS Day is important because it reminds public and government that HIV has not gone away. There is still a vital need to raise money, improve awareness, fight prejudice, improve education, etc. Now, all of you think, what can I do for World AIDS Day? Not much more. Wear a red ribbon to show solidarity. They are simple to make with some red ribbon and pin. If you have some more ribbons, make some for your friends too. Next, a simple thing you can do is status. Make your WhatsApp, Facebook, Instagram story a small message about AIDS Day. It gets aware other people too. Dears, World AIDS Day comes once a year, but you can still support the people living with HIV all year around. In 2020, the world's attention has been focused on COVID-19 pandemic, on health and how pandemics affect lives and livelihood. COVID-19 is showing once again how other critical issues interlinked with health, such as reducing inequality, human rights, gender equality, social protection, and economic growth. With this in mind, this year the theme of World AIDS Day is Global Solidarity and Shared Responsibility. So let me conclude my words by reminding you that take a lead and pledge your support for World AIDS Day. That's all. Thank you. സഭയ്ക്ക് വന്ദനം. വ്യാധികൾ പീഡകളേറിയ കാലത്ത് ചൊല്ലിടാമേറിയോരാദിയോടെ കഥയെല്ലാം കണ്ണീര് ചോരുന്ന നോവിൻ്റെ പാടമല്ലോ ഇത് പാടമല്ലോ. മാന്യ ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, ഇത് കഥയല്ല, കണ്ണീര് ചോരുന്ന നോവിന്റെ പാഠമാണ്. ഇന്ന് അശ്രദ്ധമായ ജീവിതശൈലിയിലൂടെ നാം മുന്നേറുമ്പോൾ ഓർത്തിരിക്കേണ്ട പാഠം. എന്റെ കഥയുടെ പേര് തിരിച്ചറിവ്. പൂമ്പാറ്റയെപ്പോൽ പാറിക്കളിച്ചും പൂപ്പോലെയാർത്താർത്തുല്ലസിച്ചും ചിത്രശലഭങ്ങളെ പോലെ പാറി നടന്നിരുന്ന സുന്ദരക്കുട്ടി കൺമണി. വിദ്യാലയത്തിൽ അവൾക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. അമ്മയ്ക്ക് കൺമണിയും കൺമണിക്ക് അമ്മയും. അതായിരുന്നു അവരുടെ കൊച്ചു കുടുംബം. പള്ളിക്കൂടം വിട്ടുവരുന്നൊരു കൺമണിക്കുണ്ണാൻ പാൽച്ചോറ് ഊട്ടിയിറക്കാൻ കൂടെ പാടാൻ കൂട്ടായെന്നും അമ്മയുണ്ട്, കൂട്ടായെന്നും അമ്മയുണ്ട്. സന്തോഷത്തിന്റെ നാളുകളായിരുന്നു അവ. വിദ്യാലയത്തിൽ അവൾക്ക് കൂട്ടുകാരെന്ന പോലെ വീട്ടിൽ അമ്മയും അവൾക്ക് എന്തിനും കൂട്ടായിരുന്നു. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അത് സംഭവിച്ചത്. ഒരു ദിവസം അവർ രണ്ടുപേരും കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൺമണിയുടെ അമ്മ തല ചുറ്റി വീണു. നാട്ടുകാരുടെ സഹായത്താൽ ആശുപത്രിയിൽ എത്തിച്ചു.
പാവം കൺമണി അമ്മയുടെ അടുത്ത് തന്നെ ഇരുന്നു. ഡോക്ടർ വന്നു, പരിശോധിച്ചു. കുഴപ്പമൊന്നുമില്ല, രക്തക്കുറവാണ്. ഒരു ഇഞ്ചക്ഷൻ എടുക്കാം, ക്ഷീണത്തിന് ട്രിപ്പ് ഇടാം, നാളെ രാവിലെ തന്നെ വീട്ടിൽ പോകാം. അമ്മതൻ കൺമണി ഉറങ്ങിയില്ല, ഇറ്റൊരു നേരവും ഇറക്കിയില്ല. കൂപ്പു കൈയോടവൾ പ്രാർത്ഥനയാൽ അമ്മതൻ ചാരത്തു ചേർന്നിരുന്നു, അമ്മതൻ ചാരത്തു ചേർന്നിരുന്നു. ദൈവമേ, എന്റെ അമ്മയ്ക്ക് ഒന്നും വരുത്തരുത് എന്നവൾ പ്രാർത്ഥിച്ചു. രോഗം ഭേദമായി വീട്ടിൽ തിരിച്ചെത്തിയെങ്കിലും ഏതാനും ദിവസം കഴിയുന്തോറും അമ്മയുടെ ക്ഷീണവും തളർച്ചയും കൂടിക്കൂടി വന്നു. പലരുടെയും സഹായത്താൽ നഗരത്തിലെ വലിയ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഒരുപാട് പരിശോധനകൾക്കൊടുവിൽ ഫലം വന്നു. കൺമണിയുടെ അമ്മയെ എയ്ഡ്സ് എന്ന രോഗം വേട്ടയാടിയിരിക്കുന്നു. സുരക്ഷിതമല്ലാത്ത ഇഞ്ചക്ഷൻ സിറിഞ്ചിലൂടെ അന്ന് ആ രാത്രി എയ്ഡ്സ് എന്ന രോഗാണു ആ അമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. പാവം കൺമണിക്ക് ഒന്നും മനസ്സിലായില്ല. കുറ്റമല്ലല്ലോ രോഗം, തെറ്റുമല്ലല്ലോ വ്യാധി, എങ്കിലും വെറുക്കുന്നു ലോകരാസാധുവിനെ, എങ്കിലും വെറുക്കുന്നു ലോകരാസാധുവിനെ. അതെ, അവർ പോലും അറിയാതെ വേട്ടയാടിയ മഹാവിപത്ത്. നാട്ടുകാർ അവരെ കല്ലെറിഞ്ഞു, ആട്ടി ഓടിച്ചു. സ്കൂളിലെത്തിയ കൺമണിയെ ക്ലാസ്സിൽ കയറ്റാൻ പോലും കൂട്ടുകാർ തയ്യാറായില്ല. അവളെ കണ്ടവർ പിറുപിറുത്തു, പരിഹസിച്ചു. മടങ്ങിയെത്തിയ കൺമണി അമ്മയുടെ അരികിലിരുന്ന് കുറെ കരഞ്ഞു. അത് കണ്ട് അമ്മ ഒരു തീരുമാനമെടുത്തു. മടുത്തോയൊരു ജീവിതം, വെറുത്തുപോയൊരു ലോകവും, അടച്ചെറിഞ്ഞ കൈത്തിരി, മാഞ്ഞുപോയ തേനലും. അന്ന് രാത്രി അത് സംഭവിച്ചു. ആരും കുറ്റപ്പെടുത്താത്ത, ആരും ശല്യപ്പെടുത്താത്ത ലോകത്തേക്ക് അവർ യാത്രയായി. ഭക്ഷണത്തിൽ വിഷം ചേർത്ത് ആ മകളെ ഊട്ടി അമ്മയും യാത്രയായി. കണ്ണീർ മുത്തുപോൽ യാത്രയായി, കണ്ണീരു തോകിയ ജീവിതങ്ങൾ, കണ്ണീരു തോകിയ ജീവിതങ്ങൾ. പ്രിയരെ, ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. രോഗം ഒരു കുറ്റമല്ല. ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ആധുനിക യുഗത്തിൽ വിദ്യാധാരകളുടെ പേരിൽ എയ്ഡ്സ് എന്ന രോഗികൾ ഇന്നും അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണത്തിലൂടെയോ സ്പർശത്തിലൂടെയോ ശ്വാസോച്ഛ്വാസത്തിലൂടെയോ വസ്ത്രത്തിലൂടെയോ പകരുന്നതല്ല എയ്ഡ്സ്. മറിച്ച് സുരക്ഷിതമല്ലാത്ത ഇഞ്ചക്ഷൻ സിറിഞ്ചിലൂടെയും വഴിവിട്ട ലൈംഗിക ബന്ധത്തിലൂടെയും രക്തം സ്വീകരിക്കുന്നതിലൂടെയുമാണ് അത് പകരുന്നത്. ഇത് നിങ്ങളെ മനസ്സിലാക്കാൻ എന്റെ ഈ കഥയിലൂടെ ഞാൻ ഈ അവസരം വിനിയോഗിക്കട്ടെ. നന്ദി, നമസ്കാരം. Stands for acquired immune deficiency syndrome, which means deficient immune system. You get AIDS after becoming infected with the HIV virus. You get infected with the virus by using unsafe sex. Contact with blood of an infected person, for example, by using a contaminated injection needle from mother to child during pregnancy, childbirth, or breastfeeding, because the virus is transmitted through blood, sperm, vaginal fluid, preseminal fluid, breast milk. You don't have the risk of becoming infected with the virus by saliva or shaking hands. When you have HIV virus but are asymptomatic yet, you are seropositive.
This means that there are HIV antibodies in your blood. You don't need to have any signs of disease yet. An HIV infection passes through 4 stages. In the first stage, the body can show signs of it's like continuous fever, swollen glands, while some people who are infected remains asymptomatic in the first stage. In the second stage, recurring airway infection, skin, mouth, and genital lesion often occur. In the third stage, you may have complaints like prolonged diarrhea, excessive weight loss, tuberculosis in the lung, and other serious infection like meningitis. Finally, besides serious infection, the nerve system may be affected in the fourth stage, which can result in the mortal loss of AIDS-related dementia. It may take 5 to 15 years before you know that you have got AIDS. This is because sometimes it takes longer for symptoms to occur. HIV and AIDS can be treated with medication but can't be cured. Antiretrovirals slow down the multiplication of virus but doesn't kill it. To support the treatment, AIDS patients often get medication to boost the immune system and fight against infection. You can prevent AIDS by having safe sex and using clean needles.